ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇൻസ്റ്റൻറ്റ് കൈപ്പക്ക അച്ചാറാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് പല അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൈപ്പക്ക അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പരീക്ഷണാത്രം ഉണ്ടാക്കി ഡബിൾ ഹാപ്പി ആയിട്ടുള്ള സക്സസ്ഫുൾ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു ഇത്തിരി കൂടി കയ്പില്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പ്പക്ക അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലത്തെ കയ്പ്പയ്ക്കൊക്കെ തീർന്നപ്പോൾ റൈസിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അന്ന് തന്നെ കൂട്ടുണ്ടാവേണ്ട എന്തൊക്കെ ട്രിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി ടേസ്റ്റിലൊരു എളുപ്പത്തിലുള്ളൊരു പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കയ്പ്പക്ക അച്ചാറാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 2 കയ്പ്പക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ച കയ്പ്പക്കയാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കയ്പ്പുള്ളതാവുന്നു അല്ലേ. അപ്പോൾ ഇതെങ്ങനെ കയ്പ്പില്ലാണ്ട് അച്ചാറാക്കാമെന്ന് നോക്കട്ടോ. നമ്മൾ കുറച്ചൊക്കെ കട്ടിയിൽ ഇങ്ങനെ വലിയ നീളത്തിലില്ലാണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണമൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ. പക്ഷെ നല്ല കട്ടി കുറച്ചൊന്നും അരിയണ്ട. ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലിഞ്ഞു പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ശേഷം നമ്മളൊരു പാനിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ കണ്ടിട്ടുള്ള ഒരു പാനിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കയ്പ്പക്കയുടെ ഒപ്പത്തോടൊപ്പം നിൽക്കണം. ഇത് നമ്മളെ ഫസ്റ്റ് ടിപ്പാണ്. അതിലേക്ക് ഒരിത്തിരി ഉപ്പും അതേപോലെ ഒരു 2-3 ടേബിൾ സ്പൂണ് സുർക്ക കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വിനിഗറാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കയ്പ്പ് നമ്മൾ ഊറ്റിക്കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഊഹത്തിൽ നമ്മൾ സുർക്കയിലൊക്കെ ഇട്ട് വെച്ച് കാണ്ട് കയ്പ്പ് കളയുന്ന പോലെ അങ്ങനെ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നന്നായിട്ട് മെച്ചത്തിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ കൂട്ടാനുള്ളതായതുകൊണ്ട് കറിവേപ്പിലൊക്കെ ധൈര്യമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു സ്റ്റീലിൻ്റെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടും ഉലുവയും പൊട്ടിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുക. സ്റ്റീലിൻ്റെ പാൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ കൈയെടുക്കാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കയ്പ്പങ്ങ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ട്രിക്കാണ്. ഇതിങ്ങനെ കുക്കാവും വേണം, അതേപോലെ നന്നായിട്ട് അലിയും ചെയ്യരുത്. ഒന്നൊന്ന് ക്രിസ്പി ആവുന്ന പോലെ അങ്ങനെ പരത്തി വെച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കയ്പ്പയ്ക്കൊന്നും എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അലിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചെടുത്ത് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ എളുപ്പം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. അതൊരു അടുത്ത ടിപ്പാണ്. നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ പൊടിച്ചതും കുറച്ച് കായപ്പൊടി കൂടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും ഒരു ഉലുവപ്പൊടിയും നമ്മൾ ഓരോ പിഞ്ച് വീതമാണ്. നമ്മൾ വെറും മുളക് പൊടി ഇട്ടിട്ടാണ് ഇത് യൂസാക്കുന്നത്. അച്ചാർ പൊടി ഇടുന്നില്ല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം സാധാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കളറില്ലാത്ത മുളകാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ടാണ് കളറില്ലാത്ത മുളകായതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കുറച്ച് കളർ കമ്മി ഉണ്ടാവുള്ളൂ. നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ ഈ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടാകും. അതിന് ശേഷം നമ്മൾ ഈ കയ്പ്പയൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിൽ വിനിഗർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടിപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വിനിഗറിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ എന്താ ഈ പ്രോസസ്സിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ കയ്പ്പക്ക നമ്മൾ ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സുർക്കയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കും. ഇപ്പം തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. പക്ഷെ എന്നാലത്തെ നന്നായിട്ട് കുക്ക് ചെയ്ത പോലെ ഫീലും വരില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മുമ്പ് എണ്ണയിലൊന്ന് വറുത്തെടുത്തില്ല, അതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അത് നമ്മളെ കയ്പ്പും അതേപോലെ പുളിയൊക്കെ ഒന്ന് പാരലായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. നമ്മൾ എന്ത് ഉപ്പുള്ളത് ചെയ്യുമ്പോഴും കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു 1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതൊരു 5-10 മിനിറ്റ് മാത്രം മതി കേട്ടോ. അതൊന്ന് ചൂടാറിയിട്ട് ഈ ഒരു പുളിയും ഉപ്പും മധുരവും എല്ലാം ഈ ഒരു കയ്പ്പക്കയിലേക്ക് പിടിക്കാൻ നമ്മൾ അത്ര ടൈമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അടിപൊളി കയ്പ്പക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇത് കയ്പ്പുണ്ടാവും എന്നുള്ളത്. ഒരിക്കലുമില്ല. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. ഇങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. കയ്പ്പില്ലാണ്ട് കയ്പ്പക്ക അച്ചാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി യൂസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.
അതേപോലെ ഇതിൻ്റെ ഒപ്പീനിയൻ ഉണ്ടാക്കിയിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, കയ്പ്പക്ക ഇഷ്ടമില്ലാത്തവർ പോലും അടിപൊളിയായിട്ട് കഴിക്കുന്ന ഈ ഈസി കയ്പ്പക്ക റെസിപ്പി പെട്ടെന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബായ്.